ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന The.person CSAT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. അപ്പം നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ എന്താ പറയുക, തുടർച്ചയായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കണം. കാരണം കഴിഞ്ഞ വീഡിയോൻ്റെ ബാലൻസ് ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് പറയുന്നത്. ഇതിപ്പോൾ ഒരു ടോപ്പിക് എന്നുള്ള രീതിയിലല്ല, ഫിഗറാണ്. ഫിഗർ 1.6 പ്രൊപ്പൈസ് 1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നല്ല ഒരു റിലേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോ ദയവേത് കാണുക. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇത് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് തന്നെ പറഞ്ഞിട്ട് ടൈം പോകുന്നതുകൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക. നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ രീതിയിലേ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സഹകരിക്കുക ദയവായിട്ട്. ഇത് ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ്, ഫിഗേഴ്സ് ആയതുകൊണ്ടാണ്. കണ്ടില്ലേ, ഫിഗർ 1.6 പ്രൊപ്പൈസ് 1, അതുപോലെ തന്നെ ഇതും ഫിഗർ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പാരഗ്രാഫായിട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തത്. സെൽ ഡിവിഷൻ, കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്, സെൽ ഡിവിഷൻ, പ്ലാന്റ് ആൻഡ് അനിമൽ സെൽസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ക്ഷമ ചോദിക്കാണ്. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം. ഒരുപാട് ടഫായിട്ടുള്ള വേർഡ്സ് ഒന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയണമെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫിഗർ 1.6 പ്രൊപ്പൈസ് 1. ഒരു ന്യൂക്ലിയസ് ജസ്റ്റ് ഒന്ന് ഈ പേന കൊണ്ടൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് പറഞ്ഞു പോയാണ്. ന്യൂക്ലിയസ്, ന്യൂക്ലിയർ എൻവലപ്പ്, നാച്ചുറൽ ക്രോമസോംസ്, പാരന്റൽ ക്രോമസോംസ്. നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക ദയവായിട്ട്. ഇപ്പൊ ന്യൂക്ലിയസ്, ന്യൂക്ലിയർ എൻവലപ്പ്, നാച്ചുറൽ ക്രോമസോംസ്, പാരന്റൽ ക്രോമസോംസ്, സെൻട്രോമിയേഴ്സ്, പെയേഴ്സ് ഹോമോലോഗസ് ക്രോമസോംസ്. എ ഏർലി പ്രൊപ്പൈസ് 1, ബി പ്രൊപ്പൈസ് 1. ഇനി അടുത്ത ഫിഗർ സി. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക. സി ക്രോസിംഗ് ഓവർ ഡ്യൂറിങ് പ്രൊപ്പൈസ്. തന്നെ അടുത്ത ഫിഗറും ഓർക്കുക. ഡി റൊട്ടേഷൻ ഒക്കേഴ്സ് ആൻഡ് കിയാസ്മ ചേഞ്ചസ് ഷേപ്സ് ഓഫ് ക്രോമാറ്റിഡ്സ്. ഇത്രയാണ് പ്രൊപ്പൈസ് 1, ഫിഗർ 1.6 പ്രൊപ്പൈസ് 1. പിന്നെ ഈ ഫിഗേഴ്സും ഓർത്ത് വയ്ക്കുക. നമ്മൾ അത്യാവശ്യം വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഫിഗർ 1.7 മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടെലോഫേസ് 1. മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1. ഈ ഫിഗർ ഓർക്കുക. നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ഫിഗർ തന്നെയാണ് വരുന്നത്. ഫിഗർ 1.8 അനാഫേസ് 2 പ്രൊപ്പൈസ് 2, മെറ്റാഫേസ് 2, ടെലോഫേസ് 2. അനാഫേസ് 2, മെറ്റാഫേസ് 2,
propice to interkinesis. Anaphase to metaphase to propice to interkinesis. അപ്പൊ ഈ ഫിഗേഴ്സും ഓർത്ത് വയ്ക്കുക. അത് ടെലോഫേസ് ടു ഇന്റർഫേസ്. ടെലോഫേസ് ടു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇന്റർഫേസ്, ടെലോഫേസ് ടു ഇന്റർഫേസ്. അപ്പൊ ഈ ഫിഗേഴ്സ് മൊത്തം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇത്രയുള്ളൂ നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിന് മാത്രം നമുക്ക് ഒരുപാട് വിശദീകരിക്കാനില്ല. ശരിക്കും ഫിഗേഴ്സ് ഓർത്ത് വെക്കാണ് വേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ പറയണം മാത്രം. ടഫായിട്ടുള്ള വേർഡ്സ് ഒന്നും ഒരുപാട് വരുന്നില്ല. എന്നാലും ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ക്ഷമ ചോദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കാരണം നമുക്ക് എങ്ങനത്തെ വേർഡ്സ് എന്നുള്ളത് പറയാൻ പറ്റില്ല. ചില ഭാഗങ്ങളിലൊക്കെ ഇതുവരെ കേൾക്കാത്ത ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അനാഫേസ് ടു, മെറ്റാഫേസ് ടു, പ്രൊപ്പൈസ് ടു ഇന്റർകൈനസിസ്, ടെലോഫേസ് ടു ഇന്റർഫേസ്. ഫിഗർ 1.8 അനാഫേസ് ടു, പ്രൊപ്പൈസ് ടു, മെറ്റാഫേസ് ടു, ടെലോഫേസ് ടു. ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ വായിക്കാം. ഇനി കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. മെറ്റാഫേസ് ടു. Chromosomes line up separately around the equator of the spindle. Anaphase 2. The centromeres divide and the spindle fibers pull the chromatids to opposite poles. Telophase 2. 4 daughter cells are formed. The chromosomes uncoil, lengthen and become very indistinct. Spindle fibers disappear and the centrioles replicate. Nuclear envelopes reform around each nucleus, which now have half the number of chromosomes of the original parent cell (bracket haploid). The subsequent cleavage (bracket animals) or cell wall formation (bracket implants) will produce 4 daughter cells from the original single parent cell. ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അടുത്ത വേറെ ടോപ്പിക്സ് പറയാനുണ്ട്. ആന്റിബോഡിയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ആന്റിബോഡിനെ കുറിച്ച് പറയാം. ആന്റിബോഡി. The blood proteins that possess the ability to combine with foreign substances (bracket antigens) for latest removal from the body are called antibodies. The production of antibodies is an important function of the body's immune system while recovering from infectious diseases caused by bacteria or viruses. Although a body can produce millions of different antibodies, individual antibody molecules have a high affinity against one particular antigen. Antibody നമുക്ക് ഒരിക്കൽ കൂടി പറയാം. The blood proteins that possess the ability to combine with foreign substances (bracket antigens) for latest removal from the body are called antibodies. The production of antibodies is an important function of the body's immune system while recovering from infectious diseases caused by bacteria or viruses. Although a body can produce millions of different antibodies, individual antibody molecules have a high affinity against one particular antigen. നമുക്കിനി അപ്പൊ ആന്റിബോഡി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്, ദയവായത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ബയോ എനർജറ്റിക്സ്. ബയോ എനർജറ്റിക്സ്, the study or process by which living cells use
store and release energy is called as bioenergetics. A central component of bioenergetics is energy transformation, the conversion of energy from one form to another. Example, in photosynthesis, plant cell prepare carbohydrates (sugars and starches) from simple inorganic chemicals by using sunlight. In this process, radiant energy from the sun is converted into stored chemical energy. If these carbohydrates are eaten by an animal, they will be broken down and their chemical energy will transform into movement (kinetic energy), body heat (radiant energy), or new chemical bonds. In all such transformations, some energy is lost to the environment. Such energy, called as entropy, is then no longer available for work. ബയോഎനർജറ്റിക്സിന്റെ ബാലൻസ് ഭാഗം ഫെർമെന്റേഷൻ നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ മുകൾ ഭാഗത്തായിട്ട് വരും. സോറി, അങ്ങനെയല്ല പറയുന്നത്. അടുത്ത പേജിലാണ് ഇതിന്റെ ബാലൻസ് ഭാഗം കൊടുത്തേക്കുന്നത്. ബയോ എനർജറ്റിക്സിന്റെ എന്താ പറയാ, ബാലൻസ് ഭാഗം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അടുത്ത ടോപ്പിക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണോടത്താണ് കൊടുത്തേക്കുന്നത്. ചില സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അതാണ്. അതിന്റെ തൊട്ടരികത്തായിട്ടാണ് ഈ ബാലൻസ് ഭാഗം വരുന്നത്. ബയോ എനർജറ്റിക്സിന്റെ സ്ഥലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കും ആൻസേഴ്സ് ഒക്കെ, ടോപ്പിക്സ് ഒക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. Significance of mitosis. Growth. The number of cells within an organism increases, which makes it the basis of growth in multicellular organisms. Genetic stability. Exact replication of parent DNA makes daughter cells genetically identical. Cell replacement. Dying cells are constantly replaced by identical nearly formed cells. Regeneration. Some arrival cells are able to generate all parts of the body by mitosis. Asexual reproduction. The production of new individuals of a species by one parent organism makes mitosis the basis for asexual reproduction. സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. ഫസ്റ്റ്, ജനറ്റിക് വേരിയേഷൻ. മിയോസിസ് പ്രൊവൈഡ്സ് opportunities for new combinations of genes to occur in gametes, leading to genetic variation in the offspring produced by the fusion of gametes. Meiosis does this in two ways: one, independent assortment of chromosomes, and two, crossing over, like in meiosis 1. Sexual reproduction. During fertilization, the nuclei of the two gamete cells fuse. Each gamete has one set of chromosomes. The product of fusion is a zygote, which has two sets of chromosomes. This makes meiosis the basis for sexual reproduction among all organisms. അടുത്തത് പറയാനുള്ളത് ജനറ്റിക്സ്. ജനറ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് ക്രോസിംഗ് ഓവർ. ഗ്രിഗർ മെൻഡൽ (ഓസ്ട്രിയ) is known for his study of the
phenotype of pea plants, Mendelian genetics and dihybrid crossing, dominant and recessive alleles. Spelling mistake ദയവ് ക്ഷമിക്കാം. Dominant and recessive alleles. First, all plant seeds produced in the first generation were round. At the 3 of the every 4 plant seeds produced in the second generation were round. The parents are possessing brickled seeds and the other round were crossed together, and for some reason in the first and second generation the presence of round seed gene in offspring superseded that of the wrinkled. This is called dominance. നമ്മളിത് വായിച്ചതിൽ ഞാൻ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് നമുക്കറിയാവുന്ന രീതിയിൽ ഒന്നും കൂടി വായിക്കാണ്. ഡൊമിനിയന്റ് ആൻഡ് റിസസീവ് ഒലീലസ് എന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ വേറെയാണ് വായിച്ചത്. ശരിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. തെറ്റൊക്കെ ആർക്ക് സംഭവിക്കാം, അപ്പൊ ക്ഷമിക്കണമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഡൊമിനന്റ് ആൻഡ് റിസസീവ് ഒലീലസ് പ്രത്യേക ടൈപ്പ് വേർഡ്സ് ആണ്. ഈ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക, അത്ര നമുക്ക് പറയാനുള്ളൂ ദയവായിട്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മെൻഡൽസ് ഫസ്റ്റ് ലോ. ദ ഒലീലസ് ഓഫ് എ The alleles of a gene exist in pairs, but when gametes are formed, the members of each pair pass into different gametes. Thus, each gamete contains only one allele of each gene. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇൻകംപ്ലീറ്റ് ഡൊമിനിയൻസ്. Incomplete dominance may occur when a particular gene possesses both dominant and recessive alleles. Here the organism express a phenotype morphed by the expression of both dominant and recessive alleles. In essence, heterozygous bracketly possessing opposing alleles are bracketly organisms derived from homozygous bracketly possessing the same alleles RR or capital RR or small rr are created. They possess a phenotype different to that of both their parents. Some of the following examples of monohybrid and dihybrid crossing illustrate this incomplete dominance. ഇനി അടുത്തത് മൾട്ടിപ്പിൾ alleles. Diploid organisms naturally have a maximum of 2 alleles for each gene expressing a particular characteristic, deriving one from each parent. In some cases, however, more than 2 types of alleles can code for a particular characteristic. As is the case of genetic coding for blood type in humans, there are up to 6 possible genotypes that code for the 4 blood groups A, B, AB and O. At the summary of
Mendelian genetics. Mendel's work allowed us to see that there is a degree of genetic inheritance from parents in offspring. Proof modern biology indicates that more factors come into play to determine the final genotype and phenotype of an organism. Sticking to the subject of genetics, let us have a look at sex determination via chromosomes X and Y, and some of the genetic traits inherited via these two chromosomes. ഇനി അടുത്തത് പറയാനുള്ളത് ഫെർമെന്റേഷൻ. Fermentation, also called as anaerobic respiration or anaerobic glycolysis, is the chemical process by which living cells degrade sugar in the absence of air to yield a part or all of the energy required by an organism. Certain microorganisms such as yeast and some bacteria exist in the absence of oxygen and are called anaerobes. Besides anaerobic respiration, most living things also undergo a subsequent chemical process called aerobic respiration, which requires molecular oxygen. Fermentation relatively yields small amounts of energy. Therefore, a large amount of glucose needs to be degraded by aerobic organisms to maintain life under low oxygen conditions. The aerobic respiratory process uses the chemical products produced during fermentation and is called the tricarboxylic acid cycle or the Krebs cycle. അടുത്ത പ്രൊക്കാരിയോട്സ് എന്ന് പറയാനുള്ളത്. ഫെർമെന്റേഷൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പ്രൊക്കാരിയോട്സ് വിച്ച് റീപ്രൊഡ്യൂസ് through binary fission by producing two daughter cells contain a single chromosome inside the nucleoid. The chromosome is a circular loop attached to the plasma membrane. Prior to the occurrence of binary fission, the chromosome duplicates itself and both attach themselves to the inside of the plasma membrane. The cell then elongates, pulling the chromosomes apart. When the cell almost doubles itself, the plasma membrane grows inward and a new cell wall is created, thereby dividing the cell into two approximately equal portions. Multiple fission may consist of several successive binary fissions within a sheath, or the nucleus may divide repeatedly and the cytoplasm subsequently divides into as many parts as nuclei are there, as happens in malarial protozoa. പ്രൊക്കാരിയോട്സ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പറയുന്നത് Eukaryotic cells pass through a series of stages in a cell cycle, the cell division being only a pair of it. The entire cell division stage of the cell cycle is known as mitosis or M stage. DNA replication occurs as a part of chromosome duplication during synthesis or S stage. The cell cycle is regulated by receptor proteins for growth factors in the plasma membrane, enzymes in the cytoplasm, and genes in the nucleus.
യൂക്കാരിയോട്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് യൂക്കാരിയോട്ടിക് ലൈഫ് സൈക്കിൾസ്. യൂക്കാരിയോട്ടിക് ലൈഫ് സൈക്കിൾസ്. Eukaryotic life cycles. In animals undergo a diploid life cycle in which the organism is always diploid. The only haploid portion of their life cycle being the gametes. Fusion of gametes result in a zygote that undergoes mitosis to produce the diploid adult. അടുത്തത് in plants. Here the diploid generation (bracketൽ sea flower) produces haploid spores by meiosis. The spores then undergo mitosis to produce a haploid generation that produces gametes. The fusion of gametes subsequently leads to a diploid zygote, which then undergoes mitosis to produce the diploid generation. Some fungi and some algae have a haplontic life cycle in which the zygote immediately undergoes meiosis, and therefore the organism is always haploid. In plants, here the diploid generation (bracket sea flower) produces haploid spores by meiosis. The spores then undergo mitosis to produce a haploid generation that produces gametes. The fusion of gametes subsequently leads to a diploid zygote, which then undergoes mitosis to produce the diploid generation. Some fungi and some algae have a haplontic life cycle in which the zygote immediately undergoes meiosis, and therefore the organism is always haploid. ചില വിഭാഗങ്ങൾ നമ്മൾ എക്സ്ട്രാ വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വായിച്ചെന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടൈം ഇല്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ട് ചില ടോപ്പിക്സ്. അപ്പം നമുക്കിനി ഇതാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഇതിലിപ്പോൾ ഫിഗറൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ടോപ്പിക്സിന്റെ പേരൊന്നുമില്ല. നമുക്കിത് എന്തായാലും വായിച്ചു പോവാം. പാരന്റ്സ് ജീനോടൈപ്പ്, പാരന്റ്സ് ഗമേറ്റ്സ് RRYY, X RRYY, പാരന്റ് ഗമേറ്റ്സ് all RY, F1 generation all RRYY, F1 gametes 2 of each, RY ക്യാപിറ്റൽ സ്മോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്. പിന്നെ Punnett square of gametes produced. Punnett square of gametes produced. Spelling mistake ne ദയവായിട്ട് ക്ഷമിക്കുക. RY RRYY, 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 RY RRYY, 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 RY RRYY, 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 RRYY,
RY RRY RRYY RRYY RRYY. ഇതാണ് ഈ ടേബിൾ പോലെ കൊടുത്തേക്കുന്നത്. ഇത് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ക്വയറിൽ. റൗണ്ടഡ് ആൻഡ് യെല്ലോ ഫിനോടൈപ്പ്. ഈ ഷെയ്ഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. റൗണ്ട് ആൻഡ് യെല്ലോ ഫിനോടൈപ്പ്, റൗണ്ട് ആൻഡ് ഗ്രീൻ ഫിനോടൈപ്പ്, വ്രിങ്കിൾഡ് ആൻഡ് യെല്ലോ ഫിനോടൈപ്പ്, ലാസ്റ്റ് വ്രിങ്കിൾഡ് ആൻഡ് ഗ്രീൻ ഫിനോടൈപ്പ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക എല്ലാവരും, അത്ര നമുക്ക് പറയാനുള്ളൂ. റൗണ്ട് ആൻഡ് യെല്ലോ ഫിനോടൈപ്പ്, റൗണ്ട് ആൻഡ് ഗ്രീൻ ഫിനോടൈപ്പ്, വ്രിങ്കിൾഡ് ആൻഡ് യെല്ലോ ഫിനോടൈപ്പ്, വ്രിങ്കിൾഡ് ആൻഡ് ഗ്രീൻ ഫിനോടൈപ്പ്. അതുപോലെ തന്നെ പാരന്റ്സ് ജിനോടൈപ്പ് RRYYX RRYY. അടുത്ത പാരന്റ്സ് ഗെമൈറ്റ്സ് all RY. F1 generation all RRYY. F1 gametes 2 of each RY. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതില്. പിന്നെ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് പറയാം. എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. അതുകൊണ്ട് നമ്മൾ പറയാണ്, ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ബുക്കിലെ എല്ലാ ടോപ്പിക്സും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചിലത് നമ്മൾക്ക് പറയാൻ പറ്റില്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് X and Y chromosomes and sex determination. X and Y chromosomes and sex determination. The normal chromosomes complement in humans is 46. Of this 44 are autosomes, while 2 distinct chromosomes are deemed sex chromosomes, which determine the sex of an organism and various sex-linked characteristics. In most animals, those who possess XX chromosomes are females, while male animals possess XY chromosome. However, it is not true for all organisms, as it can be reversed in some species. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് സെക്സ് ഡിറ്റർമിനേഷൻ. XY എന്ന് പറഞ്ഞിട്ടൊരു ഫിഗറും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. സെക്സ് ഡിറ്റർമിനേഷൻ. An individual sex is predetermined in the sperm gamete. The egg gamete is said to be homogametic because all its cells possess the XX sex chromosomes. Sperm gametes are deemed heterogametic because around half of them contain the X chromosome and others possess the Y chromosome to complement the first X chromosome. In light of this, there are 2 possibilities that can occur during fertilization between male and female gametes, XX and XY, as sperms are the variable factor. Hence, they are responsible for determining sex. Figure XY കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് chromosomes X and Y. Chromosomes X and Y. Chromosomes X and Y do not truly make up a homologous (same) pair, even as they act similarly in their roles. Chromosomes X and Y do not truly make up a homologous (same) pair, even as they act similarly in their roles. The X chromosome in humans is much longer than the Y chromosome and also contains many more genes said to be sex-linked during fertilization when the opposing
homologous chromosomes come together. The smaller Y chromosome offers no dominance against the extra X chromosomes. Bracketless C figure. The arrows indicate sex-linked genes in the X chromosome. In this homologous pairing, all those genes are dominant because there are no opposing genes in the Y chromosome to offer dominance. So, when the organism has an XY chromosome complement, bracketly a male, this sex-linked genes are freely expressed in the organism phenotype. An example being hairy hairs developing in old age. ഈ ഫിഗറും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്രോമസോംസ് X ആൻഡ് Y നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു DNA ആണ് പറയാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു DNA. DNA determines all characteristics of an organism and contains all the genetic material that makes us who we are. This information is passed on from generation to generation in a species so that the information within them can be passed on for the offspring to harness in their lifetime. Now we get into more detail about how this genetic information is passed on. Introduction to DNA നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. ഒരു ഫിഗറും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. പിന്നെ വേറൊരു ഫിഗർ കൂടി വരുന്നുണ്ട്. വേറെ ഇത് പറയാം. സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. DNA is arranged into a double helix structure where spirals of DNA are intertwined with one another, continuously bending in on itself but never getting closer or further away. The diagram bracketed below illustrates a nucleotide, the building blocks of DNA. Phosphate molecule, deoxyribose sugar, base, adenine, cytosine, guanine and thymine. ഇതൊന്ന് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇല ഷെയ്ഡും കാര്യമൊക്കെ. സ്ട്രക്ചർ ഓഫ് DNA ന്യൂക്ലിയോടൈഡ്സ്. ഇവിടെ ഒരു ഫിഗർ വരുന്നുണ്ട്. അത് നമുക്ക് ഇപ്പൊ തന്നെ പറയാം. ഒരു കുറച്ച് പാരഗ്രാഫ് കൂടി വരുന്നുണ്ട്. ഇതും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് ശേഷം ഫിഗർ പറയാം. There are 4 different types of nucleotide possible in a DNA sequence. Adenine, cytosine, guanine and thymine bracketly can be replaced with A, C, G and T. There are billions of nucleotides in our genome and all these possible permutations make us unique. The following rules apply for nucleotides to pair with one another. 1. There are 4 possible types of nucleotides: adenine, cytosine, guanine and thymine. 2. Thymine and adenine can only make up a base pair. 3. Guanine and cytosine can only make up a base pair and 4. Therefore, thymine and cytosine would not make up a base pair. As is the case with adenine and guanine, this continuous sequence determines an organism's structural, physical and anatomical features. ഇനി നമുക്ക് ഫിഗർ നോക്കാം.
സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. ഈ ഷെയ്ഡ് ഒന്ന് ശ്രദ്ധിക്കണം ദയവായിട്ട്. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്. എഡിനൈൻ, തൈമൈൻ, സൈറ്റോസൈൻ, യുനൈൻ, ഫോസ്ഫേറ്റ്, ഡിയോക്സിറിബോസ് ഷുഗർ, ഫോസ്ഫേറ്റ്, ഡിയോക്സിറിബോസ് ഷുഗർ. അപ്പൊ ഫിഗർ ഓർത്ത് വെക്കുക. നമ്മളിത് വീഡിയോയിൽ കാണിക്കാണ്. നമുക്ക് ഇങ്ങനെ അത് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കി പോവാ, ഓർത്ത് വെക്കുക. അത്രയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചായിട്ട് പറയാനുള്ളൂ. കാരണം ഇത് എക്സ്പ്ലനേഷൻ അല്ലല്ലോ. നല്ലൊരു ഫിഗറാണ്. നമുക്കിനി അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഡിലീഷൻ ഓഫ് എ ജെനി. ഇവിടെ ഒരു ഫിഗർ പോലെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഡിലീഷൻ ഓഫ് എ ജെനി, ആസ് ദ നെയിം ഇംപ്ലൈസ്, genes of a chromosome are permanently lost after unattached from the centromere. As the name implies, genes of a chromosome are permanently lost after they unattached from the centromere. Normal chromosome before mutation, genes not attached to centromere became loose and are lost forever. New chromosome lacks certain genes which at times may prove fatal depending on how important they were. 1 A B C D E F G H I. 2 A B C D E F G H I. Last A B C I. ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക. ഡിലീഷൻ ഓഫ് എ ജെനെ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജെനീസ്. ഈ ഫിഗറും ഓർത്ത് വയ്ക്കേണ്ടതാണ്. നമുക്ക് പറയാം. Duplication of genes. In this mutation, the mutant genes are displayed twice on the same chromosome. Due to duplication, this can prove to be an advantageous mutation, as no genetic information is lost or altered and new genes are gained. Normal chromosome before mutation, genes from the homologous chromosome are copied and inserted into the genetic sequence. New chromosome possesses all its initial genes plus a duplicated one, which is usually harmless. ഈ ഫിഗറാണ് പറയുന്നത് 1 A B C D E F G H I, 2 A B C D E F G H I, C D ആരോ ആയിട്ട്, 3 A B C D C D E F G H I. ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജെനീസ്. ഇനി നമുക്ക് ഈ ബുക്കിന്റെ സൈഡിൽ പാരഗ്രാഫ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിപ്ലോയിഡ് നമ്പർ. Diploid number is the count of chromosomes that becomes the calyx of that particular organism. This count of chromosome pairs may vary according to the species. Example, dogs have 38 pairs of chromosomes and a diploid number of 76. While tomato plants have 12 pairs of chromosomes and a diploid number of 24.
ഒരിക്കൽ കൂടി പറയണം, ഡിപ്ലോയിഡ് നമ്പർ. Diploid number is the count of chromosomes that becomes the characteristics of that particular organism. This count of chromosome pairs may vary according to the species. Example, dogs have 38 pairs of chromosomes and a diploid number of 76, while tomato plants have 12 pairs of chromosomes and a diploid number of 24. ഇനി നമുക്കപ്പോൾ ഡിപ്ലോയിഡ് നമ്പർ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഗ്രിഗർ മെൻഡൽസ് വർക്കാണ് പറയാനുള്ളത്. ഗ്രിഗർ മെൻഡൽസ് വർക്ക്. Mendel's goal was to have a firm scientific basis on the relationship of genetic information passed on from parents to the offspring. Therefore, he focused on how plant offspring acquired the phenotype of their seeds. In this example, there are two choices: round or wrinkled seeds. The plants that were used in the experiment had to be from true breeding, that is, those plants with round seeds must have had parents with round seeds, who in turn had parents producing round seeds, etc. This is done to increase the accuracy of results after successfully producing two generations from these true breeding plants. The following was evident. The first generation of plants produced all that a round seed phenotype could have. When this first generation plants were crossed, a ratio of 3 round seeds averaged every one wrinkled seed. The ratio of 3:1 was not exact, mainly due to the randomness of the process that are executed to produce these plants. For instance, independent assortment is completely random, as are mutations. Therefore, variable results occur, producing a sampling error. Mendel successfully hypothesis that reason for this trend in phenotypes from generation to generation was down to the fact that genetic information was being passed on from the parents. The fact that round seeds appeared more frequently than wrinkled seeds is due to round seeds being the dominant phenotype. Generation to generation was down to the fact that genetic information was being passed on from the parents. The fact that round seeds appeared more frequently than wrinkled seeds is due to round seeds being the dominant phenotype. ഗ്രിഗർ മെൻഡൽസ് വർക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചില ഭാഗത്ത് ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്, അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക. ഞാനത് എടുത്ത് പറയണമെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല നമ്മൾ പറയുന്നതുകൊണ്ടൊക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് വേറെ സൈഡിൽ ടോപ്പിക്സ് ഉണ്ട്. സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്, DNA റിപ്ലിക്കേഷൻ, പിന്നെ ഓൾട്ടർനേഷൻ ഓഫ് എ DNA സീക്വൻസ്. നമുക്ക് ഇവിടെയുള്ള ടോപ്പിക്സ് പറഞ്ഞതിന് ശേഷം പറയാം. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയാണ് പുതിയ പേജിൽ. ടൈപ്സ് ഓഫ് ജെനറ്റിക് മ്യൂട്ടേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് പറയാം. ടൈപ്സ് ഓഫ് ജെനറ്റിക് മ്യൂട്ടേഷൻസ്. Inversion of genes. This is where the order of a particular order of genes is reversed as given below. Normal chromosome unaltered, the connection between genes breaks and their sequence is reversed. The new sequence may not be viable.
to produce an organism depending on which genes are reversed. Advantages characteristics from this mutation are also possible. അടുത്തത് translocation of genes. This is where information from one of two homologous chromosomes breaks and binds to the other. Usually this sort of mutation is lethal. Spelling mistake and ക്ഷമിക്കുക. Translocation of genes. This where information from one of two homologous chromosomes breaks and binds to the other. Usually this sort of mutation is lethal. An unaltered pair of homologous chromosomes. Translocation of genes has resulted in some genes from one of the chromosomes attaching to the opposing chromosome. Translocation of genes has resulted in some genes from one of the chromosomes attaching to the opposing chromosome. അപ്പോൾ ടൈപ്സ് ഓഫ് ജെനറ്റിക് മ്യൂട്ടേഷനിൽ ഇൻവേർഷൻ ഓഫ് ജെനീസും ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ജെനീസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ജനറ്റിക് എഞ്ചിനീയറിങ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. Genetic engineering would sooner or later be a mainstream part of our lives. It has both advantages and disadvantages. 1. A, B, C, D, E, F, G, H, I. 2. A, B, C, D, E, F, G, H, I. 3. A, B, C, D, C, D, E, F, G, H, I. ഇത്രയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക. ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഫിഗർ ഓർക്കുക. ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിന്റെ ബാലൻസ് ഭാഗം അടുത്ത പേജിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കത് എന്താ പറയാ, ഇപ്പൊ ഈ ബോക്സിൽ കൊടുത്തേക്കുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ബോക്സിലെ ബാലൻസ് ഭാഗമാണ്. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാലൻസ് ഭാഗം. നമുക്കതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പോവാം. എന്തായാലും നമുക്ക് ഇനി ബോക്സിലുള്ള നോക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് ഇനി പറയാനുള്ളത്. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ബുക്കിൽ ഇങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ രീതിക്ക് സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക ദയവായിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ബോക്സിലുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ DNA ഫിംഗർ പ്രിന്റിംഗ്. DNA of very individual comprises of the same chemical constituents. However, the difference lies in the base pairing that varies from person to person. DNA comprises of millions of base pairs, so every individual has a different sequence, but it also makes the differentiation difficult. This difficulty can be overcome by utilizing the repeating patterns in DNA. These patterns help in predicting whether two DNA samples belonging to the same person or two related people or non-related people. Such samples are used by the researchers that are known to vary among individuals. The samples are
analyzed to reach to a certain level of probability. The samples are analyzed to reach to a certain level of probability. ഇനി അടുത്തത് how DNA fingerprinting is done. In the first step, DNA is separated from the cells, tissues, etc. For example, it can be isolated from the root of the hair or blood. This is followed by cutting the DNA to specific places. This is done by using special kinds of enzymes like these species are separated by a process called electrophoresis. The DNA pieces are passed through a gel. Then a nylon sheet is placed over the gel and the DNA pieces are put onto the sheet. They are soaked overnight. Radioactive or colored probes are added to the nylon sheet, which produces a pattern called the DNA fingerprint. How DNA fingerprinting is done. In the first step, DNA is separated from the cells, tissues, etc. For example, it can be isolated from the root of the hair or blood. This is followed by cutting the DNA to specific places. This is done by using special kinds of enzymes like these pieces are separated by a process called electrophoresis. The DNA pieces are passed through a gel. Then a nylon sheet is placed over the gel and the DNA pieces are put onto the sheet. They are soaked overnight. Radioactive or colored probes are added to the nylon sheet, which produces a pattern called the DNA fingerprint. ഇനി അടുത്തത് uses of DNA fingerprinting. 1. It helps in identifying biological parents. An individual inherits the variable number of tandem repeats VNTRs repeat sequences from his parents. As a result, one can easily construct the parents' repeat sequences by using the child's VNTRs. This is helpful in the detection of biological parents of an individual. 1. It helps in identifying biological parents. An individual inherits the variable number of tandem repeats VNTRs repeat sequences from his parents. As a result, one can easily construct the parents' repeat sequences by using the child's VNTRs. This is helpful in the detection of biological parents of an individual. 2. It helps in criminal and forensic investigations. If blood, hair, skin, cells or other genetic evidence is left by the criminal at the scene of a crime, then DNA is isolated from these evidences and VNTR patterns repeat sequences of this DNA are studied and compared with the DNA of the suspects. 3. Inherited disorders can be easily recognized. DNA fingerprinting helps in the detection of various inherited disorders before or after the birth of a child. This includes cystic fibrosis, hemophilia, Huntington's disease, Alzheimer's disease, sickle cell anemia, and
thalassemia, etc. This further guides the parents regarding the treatment required. For inherited diseases can be cured. This is done by studying the DNA fingerprints, those who are related to the individual and have a history of some particular disorder. Besides this, it can also be studied by comparing large groups of people with and without the disorder. This helps in identifying the DNA patterns that show association with a particular disease which is to be studied. 3 inherited disorders can be easily recognized. DNA fingerprinting helps in the detection of various inherited disorders before or after the birth of a child. This includes cystic fibrosis, hemophilia, Huntington's disease, Alzheimer's disease, sickle cell anemia, and thalassemia, etc. This further guides the parents regarding the treatment required. For inherited disease can be cured. This is done by studying the DNA fingerprints of those who are related to the individual and have a history of some particular disorder. Besides this, it can also be studied by comparing large groups of people with and without the disorder. This helps in identifying the DNA patterns that show association with a particular disease which is to be studied. Uses of DNA fingerprinting കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. 3 inherited disorders can be easily recognized ലാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക. എനിക്ക് എന്തായാലും ഇത് ടഫാണ് വായിച്ചപ്പോൾ തോന്നിയത്. ചില വേർഡ്സൊക്കെ വളരെ വെറൈറ്റി വേർഡ്സാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോവുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയണേക്ക് മുന്നേ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഇവിടെ ഈ ഭാഗത്ത് വിട്ടിരുന്നു. ഇവിടെ തൊട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇത് നോക്കാം. അതിനുശേഷം ഓൾട്ടർനേഷൻ ഓഫ് DNA സീക്വൻസ് വരെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. അത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ചെറിയ ടോപ്പിക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്. This sex-linked gene is on the X chromosome display number of characteristics: A red-green color blindness, B hemophilia, a condition which prevents the clotting of the blood, C hairy hairs in men through advancing age. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് DNA replication. Cells do not live forever and must pass their genetic information to the new cells and be able to replicate the DNA to be passed on to offspring. It is also required that fragments of DNA (genes) have to be copied to code for particular bodily function. It is essential that the replication of it is exact. For the replication to occur, the following must be available: 1. The actual DNA to act as an exact template. 2. A pool of relevant and freely available nucleotides. 3. A supply of the relevant
enzymes to stimulate reaction and for ATP to provide energy for this reactions. അടുത്ത alternation of a DNA sequence ആണ് പറയുന്നത്. Alternation of a DNA sequence. The previous examples of mutation have been investigated changes at the chromosome level. The sequence of nucleotides on a DNA is also susceptible to mutation. അടുത്തത് last deletion. Here certain nucleotides are deleted which affects the coding of proteins that use this DNA sequence. It, for example, a gene coder for alanine with a genetic sequence of CGG and the cytosine nucleotide was deleted. Then the Fanta അറ്റത്ത് പേജ് പറഞ്ഞു പോയാണ്. നമ്മൾക്ക് ഇതൊരിക്കൽ കൂടി പറയാം, അതായിരിക്കും നല്ലത്. Deletion. Here certain nucleotides are deleted which affects the coding of proteins that use this DNA sequence. If, for example, a gene coder for alanine with a genetic sequence of CGG and a cytosine nucleotide was deleted, then the alanine amino acid would not be created. Other amino acids supposed to be coded from this DNA sequence will also not be produced as each successive nucleotide will be out of place. Deletion മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്സ് പറയാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇത് എന്താ പറയുക, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കിത് പറയാൻ ടൈം ഉണ്ടോയെന്ന് അറിയില്ല, കാരണം നമ്മുടെ മൈക്കിലെ ചാർജൊക്കെ ഏതാണ്ടും എന്താ പറയുക തീരാറായ അവസ്ഥയിലേക്കായി. അപ്പം നമുക്കിത് എന്തുമാത്രം പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥ വെച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. കാരണം മൈക്കിലെ ചാർജ് എന്താ പറയാ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം സൗണ്ടും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാനത് അഡ്വാൻസ്ഡ് ആയിട്ട് പറയണം. എനിക്കിത് എന്തുമാത്രം പറയാൻ പറ്റുന്ന അറിയില്ല. നമ്മള് ചെറിയ ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്സുമാണ്. അപ്പൊ നമ്മളൊക്കെ എന്തായാലും തുടങ്ങിയാണ്. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇത് വേറെ കുറെ ടോപ്പിക് കൂടി പറയാനുള്ളതുകൊണ്ടാണ് ഇത് ഉത്തരം പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. ഏകദേശം 2.5 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് പറയാം ജനറ്റിക് എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വുഡ് sooner or later be a mainstream part of our lives. It has both advantages and disadvantages. 1. A, B, C, D, E, F, G, H, I. 2. A, B, C, D, E, F, G, H, I. 3. A, B, C, D, C, D, E, F, G, H, I. അപ്പൊ ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നു, ഈ ഫിഗറും കാണിച്ചിരുന്നു. Advantages. 1. Diseases can be prevented by detecting living beings who are genetically prone to certain hereditary disease. Also, infectious diseases can be treated by implanting genes that code for antiviral proteins specific to each antigen. 2. Animals and plants can be tailor-made to show desirable characteristics.
Genes could also be manipulated in trees, for example, to absorb more CO2 and reduce the threat of global warming. 3. Genetic engineering could increase genetic diversity and produce more variant alleles, which could also be crossed over and implanted into other species. Disadvantages. 1. Nature is an extremely complex, interrelated chain consisting of many species linked in the food chain. Some scientists believe that introducing genetically modified genes may have an irreversible effect with consequences yet unknown. 2. Genetic engineering border lines on many moral issues, particularly involving religion, which question whether man has the right to manipulate the laws and forces of nature. ഇനി ഫിഗർ ഓർത്ത് വയ്ക്കുക. ABCDEFGHI JKLMOPQR. അത് 1 പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ്. പിന്നെ ABCDEFGHIJK 2 LMNOPQR. ഈ ഫിഗർ ഓർത്ത് വയ്ക്കാം. One of the greatest breakthroughs in recent history, alongside the discovery of atom and space flight, is genetic engineering. However, with the above evaluates and facts in hand, governments have produced legislation to control the kind of experiments that are done involving genetic engineering. In the United Kingdom, there are strict laws prohibiting any experiments involving the cloning of humans. Incidentally, the first human clone would be a Briton. However, over the years, here are some of the experimental breakthroughs made possible by genetic engineering. 1. At the Roslin Institute, Scotland, scientists successfully cloned an exact copy of a sheep named Dolly. This was the first successful cloning of an animal and most likely the first occurrence of two organisms being genetically identical. 2. Scientists successfully manipulated the genetic sequence of a rat to grow a human ear on its back, bracketly reproduce human organs for medical purpose. 3. Most controversially and maybe due to more liberal laws, an American scientist is currently conducting tests to clone himself. The process of genetic engineering involves splicing an area of a chromosome, a gene which controls a certain characteristics of the body. The enzyme endonuclease is used to split a DNA sequence and split the gene from the rest of the chromosome. For example, this gene may be programmed to produce an antiviral protein. This gene is removed and can be placed into another organism. For example, it can be placed into bacteria, where it is sealed into the DNA chain using ligase. When the chromosome is once again sealed, the bacteria are now effectively reprogrammed to replicate this new antiviral protein.
നമ്മുടെ മൈക്കിൽ കുറച്ച് ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. സോറി. ഈ 2 ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പറയാം ഇൻസർഷൻ. Similar to the effects of deletion, where a nucleotide is inserted into a genetic sequence and therefore alters the chain thereafter, this alteration of a nucleotide sequence is known as frame shift. അടുത്തത് inversion, where a particular nucleotide sequence is reversed and is not as serious as the above mutations. This is because the nucleotides that have been reversed in order only affect a small portion of the sequence at large. ഇൻസർഷനും ഇൻവേർഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ പോളിപ്ലോയിഡി, ജനറ്റിക് കൺട്രോൾ ആൻഡ് മെലാനിൻ, യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, മ്യൂട്ടേഷൻ ഫ്രീക്വൻസി, സ്വിച്ച്ഡ് ഓൺ ആൻഡ് സ്വിച്ച്ഡ് ഓഫ്, സ്കിൻ കളർ, ആൽബിനിസം, ഐ കളർ, ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഹിസ്റ്റോളജി. ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഹിസ്റ്റോളജി ഇൻ അനിമൽസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂസ്, ഹിസ്റ്റോളജി, ബയോപ്സി, ഓട്ടോപ്സി. ഇതൊക്കെ അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് മൈക്കിലെ ചാർജ് ചാർജ് തീർന്നു പോയി. സോറി, ഇത്തിരി സ്റ്റാൻഡേർഡ് ആവട്ടെ. നമ്മുടെ മൈക്കിലെ ചാർജ് ഇല്ല, അതുകൊണ്ട് ദയവേത് ക്ഷമിക്കണം. കുറെ ഭാഗത്ത് സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയി. ഞാൻ കുറച്ചൊരു 10 മിനിറ്റ് കൂടി കിട്ടുമെന്ന് വിചാരിച്ചാണ് മൈക്കിലെ ചാർജ്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. എന്തായാലും പെട്ടെന്ന് ചാർജ് പോയി. അപ്പൊ ഇനിയിപ്പോ നമ്മളധികം സംസാരിച്ച് സമയം കളയുന്നില്ല. ഞാൻ എന്തായാലും ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ദയവേത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ ബയോളജി. അതുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നമ്മൾ രാത്രി എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.